Hello students, let us get into a new topic which is the context free grammar. Here I have written the definition here. I hope you can see that. A context free grammar is a four tuple G equal to V, T, S and P. Okay, നമ്മൾ regular grammar എന്താണെന്ന് പറഞ്ഞു. Regular grammar definition നമ്മൾ കണ്ടിരുന്നു. Same way context free grammar നും ആ പറഞ്ഞ പോലെ തന്നെ നാല് tuple ഉണ്ട്. V, T, S and P. Okay. V എന്ന് പറഞ്ഞാൽ എന്താണ്? It is a set of variables or non-terminals where T is a set of terminals. ഞാൻ പറഞ്ഞു variable എന്ന് പറഞ്ഞാൽ capital letters. അതാണ് നമ്മുടെ വേരിയബിളിൽ വരിക. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരു പ്രൊഡക്ഷൻ റൂളിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് വേരിയബിൾസ്. ഓക്കെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ടി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് സിമ്പിൾ. ഓക്കെ, ആൻഡ് പി ഇസ് എ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾ ഓഫ് ദി ഫോം എ പ്രൊഡ്യൂസസ് ആൽഫ. ഈ എ പ്രൊഡ്യൂസസ് ആൽഫ എന്നുള്ളൊരു ഫോമിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ റൂള് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു നോൺ ടെർമിനൽ ആയിരിക്കണം. അതായത് ഒരു വേരിയബിൾ ആയിരിക്കണം ഈ എ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് നോൺ ടെർമിനൽസ് ആസ് വെൽ ആസ് ദ ടെർമിനൽസ്. That is what I have written here, where A belongs to the non-terminal and alpha belongs to a set of a union of non-terminals and terminals. Okay, so this is the definition of context free grammar. Now I will give you a grammar, a production rule, and let's see what are the four tuples that are contained in it. Okay, let us see it with the help of an example. Okay, just note it down. See, let us take a production rule. S produces AB, S produces BA, A produces AA, A produces small a, B produces BB and B produces B. Okay, അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യണം. ഓക്കെ, സോ ഹൗ ക്യാൻ ഐ ഡിറൈവ് ദിസ് സ്ട്രിങ് യൂസിങ് ദിസ് പ്രൊഡക്ഷൻ റൂൾ എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ പറയൂ, വേരിയബിൾസിൽ എന്താണ് വരിക? Our variables or non-terminals contains S, A, B. ഈ ക്യാപിറ്റൽ എസ് ആണ്. വേരിയബിൾസിൽ എന്തൊക്കെയാണ് വരിക? വേരിയബിളിൽ എസ് വരും, എ വരും, ബി വരും, ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, ഇനി ടെർമിനൽസിൽ എന്തൊക്കെ വരും? സ്മോൾ എ ആൻഡ് സ്മോൾ ബി അല്ലേ? സ്റ്റാർട്ട് സിമ്പിൾ എന്താണ്? നമ്മുടെ എസ് ഈക്വൽ ടു സ്റ്റാർട്ട് സിമ്പിൾ. നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ റൂൾ സ്റ്റാർട്ട് ചെയ്യണത്? ഏത് വെച്ചിട്ടാണ്? ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ്. സോ സ്റ്റാർട്ട് സിമ്പിൾ എസ് തന്നെയാണ്. ആൻഡ് പിന്നെ എന്താ നമ്മുടെ പ്രൊഡക്ഷൻ റൂളാണ് ഞാൻ ഈ തന്നിരിക്കുന്നതാണ് ഈ പ്രൊഡക്ഷൻ റൂൾ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ സ്ട്രിങ് ഈ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബേസിക്കലി ടു വേസ് ആർ ദെയർ ടു ഡിറൈവ് ഇറ്റ്. വൺ ഇസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് ദി അതർ വൺ ഇസ് ദ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും ഡിറൈവ് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യാൻ there are basically two types of derivations. One is the leftmost derivation and the other one is the rightmost derivation. Okay, so ഈ particular stringന്റെ ഞാൻ leftmost derivation കാണിക്കാം, rightmost derivation കാണിക്കാം. Okay, so first I will do the leftmost derivation. So I will start off with start symbol വെച്ചിട്ടാണ് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? S produces AB എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ എനെ മാറ്റിയിട്ട് എനിക്ക് ഇവിടെ സ്മോൾ ലെറ്റർ എ അല്ലേ വരേണ്ടത്. അപ്പോൾ ഈ എനെ മാറ്റിയിട്ട് ഞാൻ എ എന്നാക്കി. ഓക്കെ, സോ എ പിന്നെ ബി ഉള്ളത് ഞാൻ അങ്ങനെ എഴുതി വെച്ചു, ബി. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്? അപ്പോൾ ഫസ്റ്റ് എ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു എയും കൂടി എനിക്ക് രണ്ട് എയും കൂടി വരാണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? തിരിച്ചും ഈ എനെ മാറ്റിയിട്ട് എ എന്നാക്കി യൂസിങ് ദിസ് പ്രൊഡക്ഷൻ റൂൾ. ഓക്കെ, ഈ പ്രൊഡക്ഷൻ റൂൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എയും കിട്ടി. ഇനി ഒരു എ കിട്ടണം. അപ്പോൾ വാട്ട് ഡു ഐ ഡു? നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുക? എ ഈ ക്യാപിറ്റൽ എനെ എനിക്ക് വെറുതെ ഒരു എ ആയിട്ട് എഴുതാം അല്ലേ? മൂന്ന് എ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യാപിറ്റൽ എ ഡിറൈവ്സ് എ എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ യൂസ് ചെയ്യും. എ ആ ബി ഞാൻ അങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ മൂന്ന് എ എനിക്ക് കിട്ടി. ഇനി രണ്ട് ബി കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എ
ബിനെ ഞാൻ എന്താക്കി ഈ പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബി ബി ഓക്കെ ആൻഡ് ദെൻ വാട്ട് ഡിഡ് ഐ ഡു എ ഈ ബി അങ്ങനെ തന്നെ ഈ ബിനെ ഞാൻ എന്താക്കി ഈ സ്മോൾ ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു ബി ബി ഫൈനലി അതിൻ്റെ സ്ട്രിങ് കിട്ടിയില്ലേ. ഇതിന് ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയാം. എന്താ ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയാൻ കാരണം ഞാൻ ലെഫ്റ്റിൽ നിന്നാണ് ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് ഇത് ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ടു വേസ്. ദിസ് ഇസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ എങ്ങനെയാണ് വരിക? ഇതേപോലെ തന്നെ സ്റ്റാർട്ട് സിമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി എന്നുള്ള സ്റ്റാർട്ട് സിമ്പിൾ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണത്? റൈറ്റിൽ നിന്നാണ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എ ഞാൻ അങ്ങനെ തന്നെ വെക്കും, ബിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യും? എ അങ്ങനെ തന്നെ വെച്ചു, ബിനെ മാറ്റിയിട്ട് ഞാൻ എന്താക്കി ഈ ബി ബി എന്നുള്ളത് കൊടുത്തു. ഓക്കെ, എ അങ്ങനെ തന്നെ വെച്ചു. ഈ ഇപ്പോൾ ഒരു ബി കിട്ടിയിട്ടില്ല, ഒരു ബിയും കൂടി കിട്ടണം അല്ലേ? അപ്പം ഞാൻ ഈ ബിനെ മാറ്റി ഞാൻ എന്താക്കി ഈ പ്രൊഡക്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് ഞാൻ ഇപ്പം എ ബി ബി എന്ന് കിട്ടി അല്ലേ? ഇനി എനിക്ക് എയിനെ അപ്ലൈ ചെയ്യാം. എയിനെ അപ്ലൈ ചെയ്യാൻ ഞാൻ എങ്ങനെയാ? എ ബി ബി. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എയിനെ ഞാൻ വീണ്ടും എന്ത് കൊടുത്തു? എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബി ബി. ഇനി എനിക്ക് ഒരു എയും കൂടി കിട്ടിയാൽ മതി. അപ്പോൾ നേരിട്ട് ആ ഇതുണ്ട് എ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ റൂൾ ഉണ്ട്. എ ബി ബി. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രിങ് കിട്ടിയില്ല, എനിക്ക് വേണ്ട സ്ട്രിങ് കിട്ടിയില്ലേ? സോ ദിസ് ഇസ് ഹൗ ഐ ഡു ഫ്രം എ സ്ട്രിങ് ഹൗ യു ഡിറൈവ് യൂസിങ് ദ പ്രൊഡക്ഷൻ റൂൾ. അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ട് ഒരു സ്ട്രിങ്ങിലേക്ക് എങ്ങനെ ഡിറൈവ് ചെയ്ത് എത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. Okay, please make a note of this. See, you can derive a leftmost derivation and rightmost derivation. നിങ്ങൾക്ക് ഒരു പാർസ് ട്രീ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പാർസ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ട്രീ വിച്ച് വി യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഓക്കെ, ആ പാർസ് ട്രീ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബൈനറി ട്രീ അങ്ങനത്തെ ട്രീകൾ പഠിച്ചിട്ടില്ലേ? സെയിം അതേപോലെ ഒരു ട്രീ ആണ് ഈ പാർസ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, പാർസ് ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റും രണ്ടും നമുക്ക് പാർസ് ട്രീ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ പാർസ് ട്രീ വെച്ചിട്ട് ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എസ്സിനെ എന്തായി നമ്മൾ എ ബി ആക്കി, എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? എനെ ഞാൻ എന്ത് വെച്ചിട്ടാണ് ചെയ്തത്? സ്മോൾ എ എന്നുള്ളതല്ല റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ എ തിരിച്ചും ഈ എയിനെ ഞാൻ വീണ്ടും എ, ബിക്കോസ് എനിക്ക് 3 എ കിട്ടണം അല്ലേ? ഈ എയിനെ ഞാൻ ജസ്റ്റ് എ മാത്രമാക്കി. അപ്പോൾ എൻ്റെ ഈ 3 എണ്ണം കിട്ടിക്കഴിഞ്ഞു, 3 ട്രിപ്പിൾ എ കിട്ടിക്കഴിഞ്ഞു. ഇനി ബി ആണുള്ളത്. ബിനെ ഞാൻ എന്താക്കി? ബി ബി. ഈ ബിനെ ഐ വിൽ റൈറ്റ് ആസ് ബി. ദിസ് ഇസ് മൈ പാർസ് ട്രീ ഫോർ ദിസ് പർട്ടിക്കുലർ പ്രൊഡക്ഷൻ റൂൾ. ഈ പ്രൊഡക്ഷൻ റൂളിന് ഈ പർട്ടിക്കുലർ സ്ട്രിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ള പാർസ് ട്രീ ആണിത്. ഓക്കെ, മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്. So now what do you mean by the language generated by a context free grammar? Okay, language generated by context free grammar എന്ന് പറഞ്ഞാൽ എന്താണ്? Let G equal to VTSP be a context free grammar and X belongs to T star. ഇവിടെ X എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രിങ്. ഓക്കെ, X belongs to T star which is a set of terminals. നമ്മളിവിടെ എടുത്തില്ലേ A B B എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുത്തില്ലേ? അതിനെയാണ് നമ്മളിവിടെ X ആയിട്ട് കാണുന്നത്. ഓക്കെ, then X is said to be generated by G if and only if there exists a derivation S produces X. അതായത് ഈ നമ്മുടെ ഒരു സെറ്റ് ഈ പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നിന്ന് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റാർട്ടിങ് സിമ്പിൾ എസ് എന്ന് തുടങ്ങി നമുക്ക് എക്സിനെ ഡിറൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ എക്സ് എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ആണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റാർട്ട് സിമ്പിൾ എസ് ഓൺ ഗോയിങ് ത്രൂ എ നമ്പർ ഓഫ് സ്റ്റെപ്സ്
on the production rule, if we are able to derive x, which is a set of terminals, then we can say that x can be derived from the grammar, or x belongs to the grammar G, context free grammar G. Okay, so that set of all strings that can be generated by G is called the language of G. അതിനാണ് നമ്മൾ ലാംഗ്വേജ് ഓഫ് ജി എന്ന് പറയുന്നത്. ഏതൊക്കെ സ്ട്രിങ്സ് ആണോ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് ഈ പർട്ടിക്കുലർ ഗ്രാമർ എന്ന്, അതിനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് we say that as the language of G. ഓക്കെ, ഇപ്പൊ ഈ പർട്ടിക്കുലർ ഒരു പ്രൊഡക്ഷൻ റൂൾ ഞാൻ എഴുതിയിട്ടില്ലേ, ഇതിന്റെ ലാംഗ്വേജ് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ട്രിപ്പിൾ എ അല്ലെങ്കിൽ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ ബി വെച്ച് തുടങ്ങണത്? ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? എ റേസ് ടു ഐ ബി റേസ് ടു ജെ എന്ന് പറയാം അല്ലെ. എ റേസ് ടു ഐ ബി റേസ് ടു ജെ വരെയുള്ള ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്ട്രിങ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വേറെ എന്തും കൂടി ഫോം ചെയ്യാൻ പറ്റും? എ റേസ് ടു ഐ ബി റേസ് ടു ജെ മാത്രമാണോ ഇതിൽ ഫോം ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ പ്രൊഡക്ഷൻ റൂൾ നോക്കൂ. സ്റ്റാർട്ട് സിമ്പിൾ ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ ആൻഡ് ദെൻ എൻഡ് വിത്ത് ബി, ഓർ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബി ആൻഡ് എൻഡ് വിത്ത് എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് എല്ലാം എന്തായിരിക്കും? L will be a raised to I b raised to j, where I comma j is greater than or equal to 1. Union എന്ത് കൂടി വരും? b വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, എന്നിട്ട് a വെച്ച് എൻഡ് ചെയ്യാം. b raised to I a raised to j, where I comma j is greater than or equal to 1. ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ ആയിരിക്കും ഈ പർട്ടിക്കുലർ ഗ്രാമർ നമുക്ക് തരുന്ന ലാംഗ്വേജ് അല്ലേ. ബി വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ തന്ന സിമ്പിൾ ട്രിപ്പിൾ എ ഡബിൾ ബി എന്നായിരുന്നു മാത്രം. നിങ്ങൾക്ക് ബി വെച്ചിട്ടുള്ള സ്ട്രിങ്ങും ഇത് വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നിങ്ങൾക്ക് ഈ സ്റ്റാർട്ട് സിമ്പിളിൽ ബി എ എന്നുള്ള പ്രൊഡക്ഷൻ വെച്ച് തുടങ്ങാം, ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ വെച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ബി ഫോളോഡ് ബൈ എ എന്നുള്ള സ്ട്രിങ്ങും കൂടി കിട്ടും. സോ ഹിയർ അവർ ലാംഗ്വേജ് വിൽ ബി എ റേസ് ടു ഐ ബി റേസ് ടു ജെ യൂണിയൻ ബി റേസ് ടു ഐ എ റേസ് ടു ജെ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു do the context free grammar. This is all about the context free grammar. നമ്മളിനി കുറച്ച് ലാംഗ്വേജസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷൻ റൂള് അല്ലെങ്കിൽ ഒരു ഗ്രാമർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നുള്ളത് ഐ ക്യാൻ ഷോ യു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്യൂ എക്സാമ്പിൾ. സോ ബിഫോർ ദാറ്റ് ഐ ഹാവ് സം മോർ ടോപ്പിക്സ് ടു കവർ ഇൻ ദിസ്. ഓക്കെ, യാ, സോ ഐ വിൽ ഗെറ്റ് ഇൻ ഡീറ്റെയിൽ ടു ദാറ്റ് നൗ. ഐ വിൽ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ.